എൻ്റെ സ്വന്തം സഹോദരൻ, എൻ്റെ നാട്ടുകാർ, ബന്ധുക്കള്, എന്നെ അറിയുന്നവരല്ലേ എല്ലാവരും പറഞ്ഞു മെയ്മോൾ ഒരിക്കലും ഈ കേസ് ജയിക്കില്ല എന്ന് എല്ലാവരും പറഞ്ഞ് കൈയൊഴിഞ്ഞ് കളിയാക്കി അപമാനിച്ച് നിർത്തുന്നതാണ് ഞാൻ ഈ 1.5 വർഷം കൊണ്ട് എൻ്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് തോക്കില്ല എന്ന് ഉറപ്പിച്ച് നേടിയെടുത്ത വിധിയാണിത്. പറയട്ടെ, എത്ര കൊലക്കൊമ്പനായ വക്കീലാണോ അല്ലെങ്കിൽ സീനിയർ വക്കീലാണോ ജൂനിയർ വക്കീലാണോ എന്നല്ല നോക്കിയത്. എനിക്ക് എന്നിലുള്ളൊരു വിശ്വാസം, എനിക്ക് എത്ര പ്രയാസം വന്നാലും കേരള ഹൈക്കോടതിയിൽ ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ ശക്തവും വ്യക്തവും സ്പഷ്ടവുമായിട്ട് ഉറക്കെ പറഞ്ഞിരിക്കുമെന്ന് എനിക്ക് എന്നിലുള്ളൊരു വിശ്വാസം കാരണമാണ് ഈ കേസ് ജയിച്ചത്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ ജീവിച്ചു വന്ന എൻ്റെ വീടാണ് ഇപ്പൊ ഈ കാണുന്നത്, ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്നത്. ഈ അവസ്ഥയിലാകാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2018 തൊട്ടിട്ട് എൻ്റെ ഈ പുരയിടത്തിലേക്ക് വീടും പറമ്പും തുടങ്ങുന്ന 1.5 ഏക്കർ സ്ഥലമാണ് ഈ കാണുന്നത്. ഈ 1.5 ഏക്കർ സ്ഥലത്തിലേക്ക് സ്ഥിരമായിട്ടൊരു എല്ലാ ദിവസം എന്നുള്ള രീതിയിൽ ആന കയറാനായിട്ട് തുടങ്ങി. ആ സമയത്ത് വനം വകുപ്പ് മുന്നോട്ടേക്ക് വെച്ചൊരു പ്രൊജക്റ്റാണ് റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു പ്രൊജക്ട്. ഈ പ്രൊജക്റ്റിലേക്ക് ഭൂമി സബ്മിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്നത്. 2023 ഒക്ടോബർ 22-നാണ് ഞാൻ എൻ്റെ അപേക്ഷ ഇവിടെ തൊട്ടടുത്തുള്ള മേക്കിപ്പാല ഫോറസ്റ്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്. പക്ഷെ അപേക്ഷ കൊടുത്തതിന് ശേഷം മാസങ്ങൾ കഴിഞ്ഞു, 1 വർഷം ആകാറായി, എന്നിട്ടും ഇത് പരിഗണിക്കുന്നില്ല. പല പല കാരണങ്ങൾ പറഞ്ഞിട്ട് എൻ്റെ അപേക്ഷനെ തഴഞ്ഞു. ഇതിന്റെ പുറകെ പോയിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കേരള ഹൈക്കോടതിയിലേക്ക് പോകുന്നത്. വക്കീലിനെ കണ്ടു കഴിഞ്ഞപ്പോ അവര് പറഞ്ഞ ഫീസ് നമ്മളെ കൊണ്ട് താങ്ങില്ലായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഞാൻ ലീഗൽ സർവീസ് സൊസൈറ്റിയോട് പറഞ്ഞു എനിക്ക് ഇങ്ങനൊരു അവസ്ഥയാണ്, എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോ അവരെന്നെ കളിയാക്കി. തനിക്ക് ഇത്രയും ഞങ്ങളോട് പറഞ്ഞ് വാക്ചാതുര്യമൊക്കെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ തനിക്ക് എന്തുകൊണ്ട് തന്നെ കേസ് തന്നെ വാദിച്ചുകൂടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് സ്വയമേ കേസ് വാദിച്ചുകൂടാന്ന് വിചാരിച്ചു. ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അഡ്വക്കേറ്റ്സിന്റെ LLB പഠിക്കാനുള്ള സിലബസ് ഫുള്ള് ഡൗൺലോഡ് ചെയ്യുകയും അത് ഫുള്ള് പഠിക്കുകയും ചെയ്തിട്ടാണ് എങ്ങനെയാണ് കേസ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കോടതിയിൽ പെരുമാറേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു. കേരള ഹൈക്കോടതിയുടെ എന്തൊക്കെ റൂളാണോ ഉള്ളത് ഇത് ഫുള്ള് ഞാൻ ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അതും പഠിച്ചു. ഓരോ പ്രാവശ്യം എൻ്റെ കോൺഫിഡൻസിനെ എതിർകക്ഷി വക്കീൽ നയപരമായിട്ടും അല്ലാതെയും ആക്രോശിച്ചും എല്ലാവരും തകർത്തിട്ടും ജഡ്ജ് എൻ്റെ വാദം കേട്ടതിന് ശേഷം എന്നോട് പറഞ്ഞു, മെയ്മോൾ ഒന്ന് തിരിഞ്ഞു നോക്ക്, താൻ കണ്ടോ തന്റെ ചുറ്റും ഇരിക്കുന്ന ഇത്രയും അഡ്വക്കേറ്റ്സ് പോലും ഇത്രയും ബ്യൂട്ടിഫുള്ളി ആർഗ്യൂ ചെയ്യില്ല, തനിക്ക് യു ഹാവ് എ ക്ലാരിറ്റി ഓഫ് പ്രസന്റേഷൻ, തനിക്ക് പ്രസന്റ് ചെയ്യാൻ ഒരു കഴിവുണ്ട്, എന്തുകൊണ്ട് തനിക്ക് ഒരു LLB എടുത്തുകൂടാ എന്ന് പറഞ്ഞു. എനിക്ക് തരാനുള്ള മുഴുവൻ പൈസയും വനം വകുപ്പ് മുൻകൂട്ടി കോടതിയുടെ രജിസ്ട്രിയിൽ കെട്ടിവെക്കണം. അത് കെട്ടിവെച്ച് പരാതിക്കാരിയായ മെയ്മോളിനെ കുടുംബത്തെയും അറിയിക്കണം, രേഖാമൂലം അറിയിക്കണം. അറിയിച്ച് അത് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം മെയ്മോള് ഭൂമി വനംവകുപ്പിലേക്ക് എഴുതി കൊടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് 18 ജൂലൈ 2025 ചീഫ് ജസ്റ്റിസിന്റെ 2 അംഗ ബെഞ്ച് എനിക്ക് വിധി പുറപ്പെടുവിക്കുകയാണ് ചെയ്തത്.